സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് ബി.ജെ.പി. നീങ്ങി. സ്ഥാനാർത്ഥികളുടെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ കൂടി എണ്ണിപ്പറഞ്ഞാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബി.ജെ.പി. നേരിടുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തായാലും പാലക്കാട് എ-ക്ലാസ് മണ്ഡലമാണ് ബി.ജെ.പിയുടെ. അവിടെ സ്ഥാനാർത്ഥി പ്രചാരണം ഇന്ന് പുലർച്ചെ തന്നെ, ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തന്നെ ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്തായാലും മറ്റ് സ്ഥാനാർത്ഥികളും മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടും എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അത് ജനങ്ങൾക്കും അറിയാം, വികസനം അത് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ഉള്ളതാണെന്ന്. അതുകൊണ്ട് മൂന്നാം ടൈമും ഉറപ്പാണ്. അതിൽ കേരളത്തിന്റെ പങ്കും ഉണ്ടാകും എന്ന് പ്രധാന സേവകൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു. ആ ഒരു ആത്മവിശ്വാസം കൂടി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾക്കുണ്ട്. അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്. എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2047ഓടെ രാജ്യം വികസിത രാഷ്ട്രമാകുമെന്നുള്ള പ്രഖ്യാപനം, ഒപ്പം തന്നെ രണ്ടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടക്കം തികച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി അതിന്റെ ഭാഗമാകുമെന്നുള്ള പ്രധാന സേവകന്റെ പ്രഖ്യാപനം. അത് തലസ്ഥാനത്ത് അനന്തപുരിയിൽ എത്തിയായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. അതിന് ആക്കം കൂട്ടുന്നത് തന്നെയാണ് 12 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും. 3 വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, വനിതാ പ്രാതിനിധ്യം കൂട്ടിക്കൊണ്ടാണ് ഇത്തവണത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഇന്നലെയോടുകൂടി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണ ചൂടിലും പ്രവർത്തകർ അതിന്റെ ഒരു പ്രചാരണത്തിലുമൊക്കെയായി തലസ്ഥാനത്ത് ഉൾപ്പെടെ കളം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രഖ്യാപനം വന്ന അതേ സമയം തന്നെ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതേ സമയത്ത് തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തിനായി പ്രചരണവും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി പോസ്റ്ററുകളും ഒക്കെ തന്നെ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ഉയർന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ ചുവരെഴുത്തും ഇന്നലെ വൈകിട്ടോടുകൂടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനാർത്ഥി ആറ്റിങ്ങയിൽ മത്സരിക്കുന്നതും ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിന്റെ സജീവ പ്രവർത്തകരിൽ ഒരാളായി, അല്ലെങ്കിൽ സജീവ സാന്നിധ്യമായി അദ്ദേഹം മാറിയിരുന്നു എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയുടെ വി മുരളീധരന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിവിധ പരിപാടികൾ, ഒപ്പം തന്നെ വിവിധ നേതാക്കന്മാരെ കാണൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ കളം നിറഞ്ഞൊരു വ്യക്തി കൂടിയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ നാളെയോടുകൂടി അദ്ദേഹം തിരികെ മണ്ഡലത്തിലേക്ക് എത്തും. സജീവ പ്രവർത്തനവും സജീവ പ്രചാരണവുമൊക്കെ വരും മണിക്കൂറുകളിൽ അദ്ദേഹം നീങ്ങുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമായി ഒരുപക്ഷെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പാലക്കാട് ഒരു എ-ക്ലാസ് മണ്ഡലമാണ്. തിരുവനന്തപുരം ആറ്റിങ്ങലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു എ-ക്ലാസ് മണ്ഡലമാണ്. ആലപ്പുഴയിൽ നമ്മൾ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്തേക്ക് വരുമോ വരില്ലയോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇന്നലെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ വരവ്. ഒപ്പം തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി എത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തൃശ്ശൂരിലെ ജനത അത് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ചുവരെഴുത്തും പ്രചാരണവും ഒക്കെ തന്നെ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുൻപ് ആരംഭിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. നാളെ തന്നെ, അതായത് ഇന്ന് തിരുവനന്തപുരത്തെ ചില പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം നാളെയോ മറ്റന്നാളോടുകൂടി മണ്ഡലത്തിലെത്തി സജീവ പ്രവർത്തനത്തിലും ഒപ്പം തന്നെ സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകുമെന്നുള്ളതാണ് സുരേഷ് ഗോപിയും അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൽ സലാം നമുക്കറിയാം XVC ആണ്, കാലിക്കറ്റ് സർവകലാശാലയുടെ XVC ആണ്. അത്തരത്തിൽ വളരെ പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥികൾ വളരെ പ്രചാരണ ചൂടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ആയുധമാക്കിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ NDAയും ബി.ജെ.പിയും ഒക്കെ ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വികസിത രാഷ്ട്രം, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ ഉൾപ്പെടെ ഈ ഒരു പ്രചാരണത്തിന്, ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്ക് ചൂടുപകരുമെന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതി, കെടുകാര്യസ്ഥത, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, രാഷ്ട്രീയ അക്രമങ്ങൾ, ഇതൊക്കെ ഇടത് വലത് മുന്നണികൾക്ക് നേരെ ആയുധമാക്കാൻ കൂടി ബി.ജെ.പി. രംഗത്തുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുക. എന്തായാലും സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ്. ഒപ്പം തന്നെ 12 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി ബി.ജെ.പി. ഒരുപക്ഷെ തീയതി പ്രഖ്യാപിക്കും മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഔദ്യോഗികമായി പ്രചാരണ ചൂടിലേക്ക് ബി.ജെ.പി. കടന്നിട്ടുള്ളത്. ലക്ഷ്മി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കുന്നത്.